ഹലോ നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ. ഞാനൊരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാനൊരു 6 to 7 years ആയിട്ട് ഒരു സോഷ്യൽ മീഡിയ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും 2 മക്കളും എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ മക്കൾ ഒരാൾ 8 വയസ്സ് കഴിഞ്ഞു, ഒരാൾ 2 വയസ്സ് കഴിഞ്ഞു. ആൻഡ് ഇതിനേക്കാളും ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാനൊരു അലോപേഷ്യ സർവൈവർ ആണെന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയാമെന്ന് ഓർത്തു. എനിക്ക് ആദ്യമായിട്ട് അലോപേഷ്യ ഡയഗ്നൈസ് ചെയ്യുന്നത് എൻ്റെ പോസ്റ്റ് ഡെലിവറിയാണ്. ഫസ്റ്റ് പോസ്റ്റ് ഡെലിവറി ആണ്. എൻ്റെ മൂത്ത മോന് ഒരു 9 മാസമുള്ള സമയത്താണ് ആദ്യമായിട്ട് നമ്മൾ അലോപേഷ്യ ഡയഗ്നൈസ് ചെയ്യുന്നത്. അത് ഞാനൊരു സാധാരണ ഒരു ദിവസം നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ എണ്ണ ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊരു വലിയൊരു പാച്ച് മാതിരി കണ്ടിട്ടാണ് നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് അലോപേഷ്യ നമ്മൾ ഡയഗ്നൈസ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ മുന്നേ ഒരു ആഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു സഡൻലി ഇതെന്താണ് ഇപ്പോൾ എനിക്ക് പോസ്റ്റ് ഡെലിവറി എനിക്ക് അങ്ങനെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എന്തൊരു 9 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും ഹെയർ ഫോൾ എന്താണെന്ന് ഞാൻ അപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നാട്ടിൽ 1-2 ഫംഗ്ഷൻസ് ആയിട്ട് പോയിട്ട് ചെന്നൈയിലായിരുന്നു ആ സമയത്ത്. തിരിച്ചു വന്ന സമയത്ത് ആണ് ഞാൻ ഈ ഇങ്ങനെ ഒരു പാച്ച് മാതിരി കണ്ടത്. ഭയങ്കര വലിയ പാച്ച് ഒന്നുമല്ല, പക്ഷെ ഒരു കോയിനേക്കാളും കുറച്ചും കൂടി വലിയൊരു പാച്ച് ആയിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എൻ്റെ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിപ്പോയി. ഞാൻ ഓർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇത് മാറി വേറെ വല്ല അസുഖമായിട്ട് മാറിയിട്ട് എനിക്ക് ജീവന ആപത്തായിട്ട് എന്തെങ്കിലും പറ്റുമോ എന്നാണ് സത്യം ആ സമയത്ത് എനിക്ക് തോന്നിയത്. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ ഹോമിയോ ഡോക്ടറായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അപ്പോൾ തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അയച്ചിട്ട് കാണിച്ചൊക്കെ കൊടുത്തപ്പോഴത്തേക്കുമാണ് അച്ഛൻ പറഞ്ഞത് ഇത് വേറെ ഒന്നും അല്ല, ഇത് അലോപേഷ്യാണ്, ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് അച്ഛനാണ് പറഞ്ഞത്. ഞാൻ അലോപേഷ്യ ഡയഗ്നൈസ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് അലോപേഷ്യനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതായത് ഇങ്ങനത്തെ ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ട് എന്നുള്ളൊരു അറിവ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതായത് 0 നോളജ് ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് അലോപേഷ്യ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തെന്ന് വെച്ചാൽ ഒരാൾക്കും കേൾക്കാത്ത അസുഖങ്ങളൊക്കെ ഇത് എവിടെ നിന്നാണ് എന്നെ തേടി പിടിച്ച് പറഞ്ഞത് ഞാൻ അപ്പോഴത്തേക്കും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ നമ്മൾ യൂട്യൂബിലൊക്കെ തപ്പിയ സമയത്ത് ഇതിന് റിലേറ്റഡ് ആയിട്ട് യാതൊരുവിധ വീഡിയോസും അവൈലബിൾ അല്ലായിരുന്നു. അത് തന്നെ നമുക്കൊരു ഒരു പേടിയാണ് സത്യം പറഞ്ഞാൽ. നമ്മളൊരു അസുഖത്തിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് നമ്മൾ തപ്പാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അതിനെപ്പറ്റി വലിയ ഇൻഫർമേഷൻ ഇല്ലാണ്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിലേക്ക് മാറുമല്ലോ. പിന്നെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സത്യം പറഞ്ഞാൽ പേടിയാവും. അതായത് നമ്മൾ മുടി പോയിട്ട് അതിനുശേഷം ഫുൾ നമ്മൾ മുഴുവനും ബോൾഡായി കഷണ്ടി ഫുൾ മുടി പോയിട്ട് പിന്നെ നമുക്കതൊരു ഒട്ടും ക്യൂറബിൾ അല്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും അസുഖം മാറില്ല എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഗൂഗിളിലൊക്കെ എഴുതിയേക്കുന്നത്. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഡിപ്രസിങ് ആണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് മൈൻഡ് ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ നമ്മൾ അറിയാണ്ടെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നമ്മുടെ ഉള്ള സമാധാനം പറഞ്ഞ സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വീഡിയോസ് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള അവൈലബിൾ ആണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോസിൽ കൂടെയാണ് ആദ്യമായിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് എൻ്റെ വീഡിയോസിനെ പറ്റിയാണ്. ബിക്കോസ് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തതിൻ്റെ മുടിയൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് എൻ്റെ അലോപേഷ്യ സർവൈവൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒത്തിരി ആൾക്കാരിലേക്ക് ഇങ്ങനത്തെ ഒരു അസുഖത്തിനെ പറ്റിയും ഈ അസുഖം ക്യൂറബിൾ ആകും എന്നുള്ളൊരു സിറ്റുവേഷനിലെ പറ്റിയും എത്തിയത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസിൽ കൂടി കുറേ ആൾക്കാർക്ക് എനിക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനും ഹോപ്പ് കൊടുക്കാനും അല്ലെങ്കിൽ ഇത് മാറുന്ന അസുഖമാണ്, ഇത് മാറാത്തൊരു അസുഖമല്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റിയതിനും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതാണ് സംഭവം. എൻ്റെ ഈ ഒരു ഡിസീസ് കണ്ടീഷൻ ഒബ്വിയസ്ലി എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് കുറച്ച് എഫക്റ്റഡ് ആയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ തന്നെ എപ്പോഴും ഭയങ്കര ബ്രേക്ക് ഡൗൺ ആവും. നമ്മൾ തന്നെ എപ്പോഴും കരച്ചിലും ഡെസ്പും ഭയങ്കര സാഡും ഡിപ്രസ്ഡുമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ആദ്യം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒബ്വിയസ്ലി ഹോമിയോപ്പതിയാണ്. ഹോമിയോപ്പതി എനിക്ക് അധികം വർക്കായില്ല. അതിനുശേഷം ഞാൻ ചെന്നത് അലോപ്പതിയാണ്. അതും എനിക്ക് ഒട്ടും തന്നെ വർക്കായില്ല. അത് ഒത്തിരി പൈസ നമ്മൾ എന്താ പറയുക അലോപ്പതി ട്രീറ്റ്മെൻറ്റിന് പോയി പല ഡോക്ടേഴ്സിനെ കണ്ട് പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നല്ലാണ്ട് എനിക്ക് യാതൊരുവിധ ഗുണങ്ങളും അലോപ്പതി ട്രീറ്റ്മെൻറ്റും ഉണ്ടായില്ല കേട്ടോ. ഒത്തിരി പലതരം ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ കാശ് പോയി എന്നല്ലാണ്ട് അതിന് ഗുണമൊന്നും എനിക്കത് എഫക്റ്റീവായിട്ട് തോന്നിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ ഉണ്ട് അല്ലെങ്കിൽ അത് മാറും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലോട്ട് ഇരിക്കുമ്പോഴത്തേക്കും അതും ഒട്ടും തന്നെ മാറുന്നില്ല. അല്ലെങ്കിൽ ഇത്രയും നമ്മൾ പൈസ ചിലവാക്കിയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ മുടി വളരുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് വേറെ സ്ഥലത്ത് മുടി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ഡിപ്രസിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
വല്ലാത്തൊരു ഭയങ്കര അവസ്ഥയായിരുന്നു. ഞാൻ എല്ലാവരെയും എൻ്റെ അമ്മേനെയും എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ ചേച്ചീനെയൊക്കെ വിളിച്ചിട്ട് ഫുൾ ടൈം കരച്ചിലായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അവരും എഫക്റ്റഡ് ആയിട്ടുണ്ട് എൻ്റെ ഒരു മെൻ്റൽ സിറ്റുവേഷൻ കാരണം. ബിക്കോസ് അവർക്ക് എനിക്ക് കോൺഫിഡൻസ് തരണം എന്നുണ്ട്. എന്നാൽ എൻ്റെ സിറ്റുവേഷൻ കാണുമ്പോഴത്തേക്കും അവർക്ക് ഒന്നും പറയാനും പറ്റണില്ല. എൻ്റെ മുടിയൊക്കെ കാണുമ്പോഴത്തേക്കും അവരും വേറെ ആർക്കും ഇങ്ങനെ കണ്ടിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി തന്നെ എൻ്റെ ലൈഫിൽ അലോപേഷ്യ എന്നുള്ള ഒരു പേഷ്യൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു റാൻഡം ഒരാളെ ഞാൻ വഴിയിൽ ഇങ്ങനെ മുടിയില്ലാണ്ടുള്ളതോ അങ്ങനെയൊന്നും ഞാൻ ലൈഫിലോ ടി വിയിലോ മീഡിയയിലോ സിനിമയിലോ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം നമുക്ക് ഈ അസുഖം ആദ്യമായിട്ട് വരുമ്പോഴത്തേക്കും എന്നെ പോലെ തന്നെ എൻ്റെ കൂടെ എൻ്റെ അമ്മയും എൻ്റെ സിസ്റ്ററൊക്കെ ആദ്യമായിട്ടാണ് ഒരു അലോപേഷ്യ പേഷ്യൻറ്റിനെ കാണുന്നത്, എൻ്റെ ഹസ്ബൻഡും ഒക്കെ. അപ്പം അവർക്കും കുറച്ച് ഇതെന്താ മാറാത്തത്, ഇത്രയും നമ്മൾ കാശ് ചിലവാക്കിയിട്ട് എന്താ ഇതിന് മാറാത്ത, അതൊരു ഡിസപ്പോയിൻറ്റിങ് ഫാക്ടറാണല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി എന്നെ പോലെ തന്നെ എന്നെ ചുറ്റിപ്പറ്റ ആൾക്കാർക്ക് ഇത് എഫക്റ്റഡ് ആയിട്ടുണ്ട്. അമ്മയൊക്കെ ഞാൻ കാണാണ്ട് മുറിയിൽ പോയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ മുടി കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ എനിക്ക് ആക്ച്വലി നല്ല ഉള്ളുള്ള മുടിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും നല്ല മുടി ഉണ്ടായിട്ട് ഒരു 45% എനിക്ക് ഇത്രയും ഏരിയന്ന്, ഇവിടെ നമ്മുടെ ക്രൗൺ ഏരിയന്ന് മുടി കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പോയി കഴിയുമ്പോഴത്തേക്കും ഇത്രയും മുടി ഉണ്ടായിരുന്ന ആൾക്ക് എനിക്ക് പറയുകയാണെങ്കിൽ ആകെ എനിക്ക് പോണിറ്റെയിൽ കെട്ടാൻ മാത്രമേ പറ്റുള്ളൂ. പോണിറ്റെയിൽ എന്ന് വെച്ചാൽ ഫുള്ള് ബാക്ക് കോംബ് ചെയ്തിട്ട് ഇവിടെ ഒരു ബൺ മാതിരി കെട്ടുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പോണിറ്റെയിൽ കെട്ടുക എന്നുള്ളൊരു ഒരൊറ്റ ഹെയർ സ്റ്റൈൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു കുറേ കാലം. ബിക്കോസ് നമുക്ക് മിഡിൽ കോംബ് ചെയ്യാൻ പറ്റില്ല, സൈഡ് കോംബ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഡ്രസ്സപ്പ് ചെയ്തൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ആകെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആയി പോവുകയാണ് നമുക്ക്. പിന്നെ എനിക്ക് ഓൾറെഡി നല്ല മുടി ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇത്രയും മുടി പോയെങ്കിലും എൻ്റെ ബാക്കി മുടി ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പക്ഷേ അതിനുശേഷം എൻ്റെ ഒരു വീഡിയോ വന്നതിന് ശേഷം കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ അയച്ചു തരുമ്പോഴത്തേക്കും ശരിക്കും അവർക്ക് ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ വിസിബിൾ ആയിട്ട് സ്കാൽപ്പ് കാണുന്ന മാതിരി ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് കൂടുതൽ മുടി പണ്ട് മുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത്രയും മുടി പോയിട്ട്, അതായത് എനിക്കിത് ഇത്രയും ഏരിയ മുടി ഉണ്ടായിരുന്നില്ല. അപ്പം അത്രയും ഏരിയയിൽ മുടി ഉണ്ടായിരുന്നില്ലാണ്ട് കൂടി അധികം പുറത്തേക്ക് ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു വലിയ കാര്യമാണ്. പക്ഷെ ഒബ്വിയസ്ലി എല്ലാവർക്കും ഇപ്പം എന്നെ ചുറ്റിപ്പറ്റുള്ള എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സിസ്റ്റർ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഇൻലോസ് എല്ലാവർക്കും ഇത് കുറച്ച് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ഇത് ആരെ കൊണ്ട് കാണിക്കും. അമ്മയൊക്കെ എനിക്ക് ഹെയർ എക്സ്റ്റൻഷൻസിനൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അത്രയും എന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഹാപ്പി ആയിട്ട് വെക്കാനും ഈ ഒരു സിറ്റുവേഷൻ തന്നെ ഓവർകം ചെയ്യാനും എന്നെ പോലെ തന്നെ എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു പോയിന്റിൽ നമുക്ക് ഒന്നും വർക്ക് ആവാണ്ട് വരുമ്പോഴത്തേക്കും എന്തൊക്കെ ചെയ്താലും നമുക്ക് അങ്ങോട്ട് ഹാപ്പി ആവാത്തൊരു സിറ്റുവേഷൻ വരൂലേ. പിന്നെ എൻ്റെ സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം അന്നും ഇന്നും ഞാൻ എപ്പോഴും മനസ്സിൽ വെക്കുന്നതും, ഞാൻ എൻ്റെ അടുത്ത് ഒരു അലോപേഷ്യ പേഷ്യൻ്റ് വന്ന് സംസാരിക്കുമ്പോഴും ഞാൻ മെയിനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോയിന്റിൽ ഞാൻ വളരെ ഡെസ്പായിട്ട് നമ്മൾ ജീവിക്കണേലേക്ക് എന്താ അർത്ഥം എന്നൊക്കെ തോന്നിപ്പോകും. ബിക്കോസ് നമുക്കറിയാം എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ് ഹെയറും സ്കിന്നും. സോ ആ സമയത്ത് നമുക്ക് മുടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കത് നമ്മുടെ അപ്പിയറൻസിനെ വളരെ ബാധിക്കുമ്പോൾ നമ്മൾ എന്തിനാ ജീവിക്കുക അങ്ങനെയൊക്കെ നമുക്ക് അറിയാണ്ട് ചിലപ്പോൾ തോന്നിപ്പോവും. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, നീ അങ്ങനെയൊന്നും ചിന്തിക്കാൻ വേണ്ടി പാടില്ല, ഇതൊരു വളരെ മാരകമായിട്ടുള്ളൊരു അസുഖമൊന്നുമല്ല, മുടി ആണ് പോകുന്നത്, നമ്മുടെ ലൈഫിന് അല്ലെങ്കിൽ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ളൊരു അസുഖമല്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം. അതിന് നമ്മൾ ദൈവത്തിന് 1000 നന്ദിയാണ് പറയേണ്ടത്. മുടി സാരിലുള്ള നമുക്ക് മുടി ഇംപ്ലാന്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് ലൈഫ് ത്രെട്ടനിങ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, എത്രത്തോളം നമ്മളുടെ ലൈഫും നമ്മൾ കുഞ്ഞും, മോൻ ഭയങ്കര കുഞ്ഞാണ്, അപ്പോൾ നമ്മുടെ ഫുൾ ലൈഫ് താറുമാറ് ആയി പോകാൻ വേണ്ടി വേറെ എന്തെങ്കിലും വേണം. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഒരു ഉണർവ് തന്ന ഒരു വലിയൊരു പോയിന്റാണ് കേട്ടോ. അതായത് എനിക്ക് എൻ്റെ ഐ ഓപ്പണർ ആയിരുന്നു ആ ഒരു ഡയലോഗ്. സത്യം പറഞ്ഞാൽ അതിന് ശേഷമാണ് ഞാൻ ഓക്കെ മുടിയല്ലേ സാരില്ല എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ഒരു വന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, എന്തെങ്കിലും അല്ല ശരിക്കും ഒരു പോയിന്റ്, വളരെ വലിയൊരു പോയിന്റാണ് എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ കാണുന്ന ആൾക്കാരെടുത്തു, അതായത് അലോപേഷ്യക്കായിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒബ്വിയസ്ലി നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ ആ ഒരു പോയിന്റാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. സോ ദാറ്റ് അവർക്കും ആ ഒരു കോൺഫിഡൻസും ആ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഭയങ്കര ഹെൽപ്പ് ചെയ്യും ഈ ഒരു പോയിന്റ്. ഞാൻ കാമിലാൻ്റെ ട്രീറ്റ്മെൻറ്റ് പറ്റി കേൾക്കുന്നത് തന്നെ എൻ്റെ പേരൻസിൻ്റെ ഇതാണ്. ബിക്കോസ് എൻ്റെ അച്ഛനും അമ്മയും വർഷങ്ങളായിട്ട് ന്യൂ പൾ റെമഡീസ് നിന്ന് മെഡിസിൻ വാങ്ങിക്കുന്ന ആൾക്കാരാണ്. മേ ബി ഞാൻ ജനിക്കുന്നതിന് മുന്നേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വൈദ്യറിനെയും ഡോക്ടർ സച്ചിത് റോയിനെയും ഒക്കെ അറിയാമെന്നുള്ള ആൾക്കാരാണ്. ഫാമിലി ആയിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയവും വളരെ സ്നേഹമായിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ആക്ച്വലി ഞാനൊരു കാമിലാൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്താൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ബിക്കോസ് നമ്മൾ ഈ അലോപേഷ്യ എനിക്ക് ഡയഗ്നോസ് ചെയ്ത സമയത്ത് നമ്മൾ ചെന്നൈയിലായിരുന്നു. അപ്പം നമ്മൾ അവിടെയുള്ള ഡോക്ടേഴ്സ്
അങ്ങനെയൊക്കെ ചുറ്റിപ്പറ്റിയാണ് കുറച്ച് നാളെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞത്. പിന്നെ ഒരു 1.5 years ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത്, ദൈവമേ ഒരു മരുന്നും ചെയ്തിട്ട് ശരിയാവണില്ലല്ലോ, എന്നപ്പോൾ നമുക്ക് ആയുർവേദം നോക്കാം, നമുക്ക് എന്തുകൊണ്ടാണ് ഡോക്ടർ സച്ചിത്ര റോയിൻ്റെ അടുത്ത് പോകാൻ തോന്നാത്തതെന്നാണ് എൻ്റെ അമ്മ ചോദിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോകണം, ബിക്കോസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ക്ലിനിക്ക്. അപ്പോൾ അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടിയാണ് കാമിലാരി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ന്യൂ പാൾ റെമഡീസിൽ പോയത്. സോ നമുക്ക് നേരത്തെ മുതൽ അറിയായിരുന്നു, പക്ഷെ നമ്മൾ എനിക്കൂടെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുള്ളപ്പോഴേ നമ്മളിവിടെ എത്തുള്ളൂ. ബിക്കോസ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇത്രയും മുടി പോയിട്ട് ചെല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്തോടെ ചെന്നപ്പോഴും ഡോക്ടർ ചോദിച്ചത് ഇത് എന്താ തുടങ്ങിയപ്പോൾ വരാത്തതെന്നുള്ളതാണ് സത്യം. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് പോയില്ലേ. അപ്പോൾ നമ്മുടെ സ്കിന്നും ഹെയറും റിലേറ്റഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെയാണ് നമ്മുടെ തലയിലേക്ക് പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും ചെയ്തത്. പക്ഷേ നമ്മൾ ആ ടൈമിൽ നമ്മളുടെ കാമിലാൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂ പാൾ റെമഡീസിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് എത്രയും മുടി പോകില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പണ്ട് മുതലേ അറിയാം, അങ്ങനെയാണ് നമ്മൾ കാമിലാൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നത്. കാമിലാരി ട്രീറ്റ്മെന്റിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് ഇനഫ് വേർഡ്സ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദൈവത്തിനെ പോലെയാണ് ഡോക്ടർ. ബിക്കോസ് അത്രയും ഡെസ്പായിട്ട് ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ എനിക്ക് എൻ്റെ ഇത്രയും പോർഷൻ മുടി പോയത് എനിക്കൊരു വലിയ കാര്യമായിരുന്നു. എൻ്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി പോയി, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് കരച്ചിലും അങ്ങനത്തെ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയത്. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ ഞാൻ ഡോക്ടർ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് തിങ് ഡോക്ടർ എൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ, ഇത് ഇത്ര വലിയ കാര്യമൊന്നുമില്ല ഐശ്വര്യ, ഇതൊക്കെ വളരെ സിമ്പിളാണ്, ഇതാണോ ഇത്ര വലിയ വറിയായിട്ട് വലിയ പ്രശ്നമായിട്ട് വന്ന് പറഞ്ഞത്, ഇതൊക്കെ ഞാൻ മാറ്റി തരില്ലേ. ഇങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഒരു ഡോക്ടർ തന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാന്ന് വെച്ചാൽ ആ ഒരു വാക്കുകളിൽ നമ്മുടെ ഒരു പേഷ്യൻറ്റിൻ്റെ പകുതി അസുഖം മാറും. അതായത് നമ്മുടെ അസുഖം മാറ്റി 100% തരാം എന്നുള്ളൊരു ഡോക്ടറിൻ്റെ ഉറപ്പാണ് ഏറ്റവും വലിയ മെഡിസിൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഞാൻ മുന്നേ പോയിട്ടുള്ള പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ഇത് മാറുമല്ലോ അല്ലേ. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് നോക്കട്ടെ, നമുക്ക് നോക്കാം. സോ അത് നമുക്ക് ഭയങ്കര ടേൺ ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോഴത്തേക്കും ഇവർക്കും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. അതായത് നമ്മൾ ഗൂഗിളിലൊക്കെ വായിച്ചേക്കുന്നത് ഈ അസുഖം മാറില്ല എന്നാണ്. അപ്പോൾ ഇവരും ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ഉറപ്പ് പറയാത്ത രീതിക്ക് നമുക്കും ഒരു സങ്കടമാണ്. അപ്പോൾ നമുക്ക് ഹോപ്പ് നഷ്ടപ്പെടുവാണ്. പക്ഷേ ഫസ്റ്റ് അപ്പോയിൻമെന്റ് ഫസ്റ്റ് ഡേ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് ഇതൊക്കെ വളരെ സെല്ലി കാര്യമാണ് ഐശ്വര്യ, എന്നൊന്നും അറിയാവേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഞാൻ ഈസി ആയിട്ട് മാറ്റി തരില്ലേ. ആ ഒരു വാക്കിൽ എനിക്കൊണ്ട് ആ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ പകുതി പ്രശ്നം മാറി എന്നുള്ളതാണ്. ആൻഡ് ഞങ്ങൾ അന്ന് ഫസ്റ്റ് ഡേ അവിടെ നിന്ന് ഇറങ്ങി ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി പോന്നപ്പം ഐ വാസ് ലൈക്ക് സൂപ്പർ ഹാപ്പി. ബിക്കോസ് ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ഞാൻ എത്തിയേക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് തോന്നി. ആൻഡ് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മരുന്ന് പഥ്യം ഉണ്ടായിരുന്നു, കഴിക്കാൻ പാടില്ലാത്ത ഫുഡും കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സും, അങ്ങനെ കുറേ പഥ്യങ്ങളുണ്ടായിരുന്നു. അരിഷ്ടമുണ്ടായിരുന്നു, ഗുളികകളുണ്ടായിരുന്നു, അപ്ലൈ ചെയ്യാൻ പൗഡർ ഉണ്ടായിരുന്നു, ഓയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ പല സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മെഡിസിനാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ എൻ്റെ ഈ മുടി ഇത്രയും പോയ, അതായത് കഷണ്ടി പോലെ ഇരുന്ന ആ ഒരു ക്രൗൺ ഏരിയ മുഴുവനും കറുത്തു. അതായത് നല്ല പോലെ കരുത്ത് പോലെ മുടി വന്ന് കറുത്തു. അപ്പോൾ അത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞ സംഭവമല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹോപ്പാണ്, ഡെഫിനറ്റ് ആയിട്ടും ഇത് നമുക്ക് വർക്ക് ചെയ്യും, അങ്ങനത്തെ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അതാണ്. പിന്നെ അങ്ങോട്ട് ഞാൻ മെഡിസിൻ കുറച്ചധികം കാലം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മുടി എല്ലാം ഒരുമിച്ച് ലെങ്തായി. ഇപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മുടിയുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള മുടിയാണ്. എല്ലാവരും എൻ്റെ അടുത്ത് മുടീനെ പറ്റി ചോദിക്കാറുണ്ട്, മുടി എക്സ്റ്റൻഷൻ ആണോ എന്ന് വരെ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അത്രയും നല്ല ഹെൽത്തി ആൻഡ് ലഷ്യസ് ഹെയർ ആയിട്ടാണ് തിരിച്ചെനിക്ക് വളർന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും കാമിലാരി മെഡിസിൻ ആണെങ്കിലും നമ്മുടെ ഹെയറോമാക്സ് ടാബ്ലറ്റ് ആണെങ്കിലും ഒരു സപ്ലിമെന്റ് പോലെ ഞാൻ ഇപ്പോഴും കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് അത്രയും വിശ്വാസമാണ്. അതുകൊണ്ട് ട്രീറ്റ്മെന്റിനെ പറ്റി പറയാൻ എനിക്കൊന്നുമില്ല, അത്രയ്ക്ക് അമേസിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. സത്യം പറഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ് എൻ്റെ മുടി തിരിച്ചു വന്നതും എനിക്ക് ആ തിരിച്ച കോൺഫിഡൻസ് കിട്ടുകയും ആ ഒരു ബാക്ക് ടു ഹാപ്പി ലൈഫ് എന്ന് പറയില്ല, സത്യമായിട്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത് മെഡിസിൻ കഴിച്ചതിന് ശേഷം മാത്രമാണ്. അപ്പൊ വേറൊരു പേഷ്യന്റ് കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഞാൻ പറയാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസ് ആണ്. ഇത് പൊതുവെ എല്ലാവർക്കും ഒരിക്കലും ക്യൂർ ആവില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. ബിക്കോസ് ഗൂഗിളിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഇത് നമുക്ക് ഡോക്ടറിന്റെ അല്ലെങ്കിൽ കാമിലാരി ആയുർവേദ ട്രീറ്റ്മെന്റ് കൊണ്ടിട്ട് നമുക്ക് ഈസിലി ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരാളാണ് ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഫസ്റ്റ് ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസ് ആണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഡോക്ടറിനെ നമ്മൾ 100% ട്രസ്റ്റ് ചെയ്യുക. ഡോക്ടർക്ക് നമ്മളെ ഏൽപ്പിക്കുക, നമ്മളുടെ കാര്യം പുള്ളി
പുള്ളി അങ്ങ് നോക്കിക്കോളും എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. സോ ഡോക്ടർ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റിനാണ് ഇപ്പൊ ഈ അസുഖം എന്നല്ല ഏത് അസുഖത്തിനാണെങ്കിൽ നമ്മൾ ഏത് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാലും ഡോക്ടറിന്റെ മേലുണ്ടാവുന്ന വിശ്വാസമാണ് ഏറ്റവും വലുത്. അത് നമ്മൾ ആദ്യം അർപ്പിക്കുക, ഡോക്ടറിനെ കംപ്ലീറ്റ്ലി നമ്മൾ വിശ്വസിക്കുക. ആൻഡ് ഓൾസോ ഇത് എന്തായാലും മാറും, ഇത് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല, 100% ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസാണ്. അതാണ് ഞാൻ എപ്പോഴും ഞാൻ ഒരു എന്താ പറയുക ഒരു പേഷ്യന്റ് വേറൊരു അലോപേഷ്യ പേഷ്യന്റിനെ കണ്ടുക ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഒന്നുമല്ല. ഇത് നമുക്ക് ട്രീറ്റ്മെന്റ് കൊണ്ട് മാറ്റാന്നുള്ളതേ ഉള്ളൂ. ഇതിനേക്കാളും വലിയ അസുഖങ്ങളുണ്ട് നമ്മളുടെ ചുറ്റും. സോ നമുക്ക് അതൊന്നും അല്ല വന്നേക്കുന്നത്, ജസ്റ്റ് ഒരു ഹെയർ ഫോൾ ഐ നോ, മുടിയാണെങ്കിലും സ്കിൻ ആണെങ്കിലും നമ്മുടെ കോൺഫിഡൻറ്റിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. എന്നാലും നമ്മളുടെ ജീവന് ഭീഷണിയാവുന്ന ഒന്നുമല്ല. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും വേറൊരു അലോപേഷ്യ പേഷ്യന്റ്, ബിക്കോസ് എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ നമ്പർ എടുത്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്, മെയിൽ വഴിയാണെങ്കിലും കോൾ വഴിയാണെങ്കിലും. അപ്പൊ അവരോടും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ 3 കാര്യങ്ങൾ. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ഡോക്ടറിനെ കംപ്ലീറ്റ്ലി ഏൽപ്പിക്കുക. ആൻഡ് ഇതൊരു ക്യൂറബിൾ ഡിസീസ് ആണ്. ഇതിൻ്റെ അന്ന് നമുക്ക് മറികടക്കാൻ പറ്റില്ലെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് മറികടക്കാൻ വേണ്ടി പറ്റും പ്രോപ്പർ കാമുലറി ട്രീറ്റ്മെന്റ് കൊണ്ടിട്ട്. അപ്പോൾ അതാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ളത്. താങ്ക് യു സോ മച്ച്.